ഈ വർഷത്തെ IPL മിനി താരലേലത്തിന് മുമ്പായി രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ആരാധകർ ആകാംക്ഷയിലാണ്. ട്രേഡിംഗിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറാൻ സഞ്ജു ശ്രമിച്ചെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ കടുത്ത നിലപാട് കാരണം നടന്നില്ല. ഈ വർഷത്തെ IPL മിനി താരലേലം ഡിസംബറിൽ നടക്കാനിരിക്കെ എല്ലാ കണ്ണുകളും ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിലാണ്. രാജസ്ഥാൻ വിടാനുള്ള താൽപര്യം അറിയിച്ച സഞ്ജുവിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഇതുവരെ എന്ത് തീരുമാനമെടുത്തു എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിൽ ടീം വിടാൻ താൽപര്യം പ്രകടിപ്പിച്ച സഞ്ജുവിന്റെ കാര്യത്തിൽ നവംബർ 15-നുള്ളിൽ രാജസ്ഥാൻ അന്തിമ തീരുമാനമെടുക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു റോയൽസിൽ തുടരാനുള്ള സാധ്യതകളും വിരളമാണെന്നാണ് വിലയിരുത്തൽ. ട്രേഡിനുള്ള സാധ്യത ഇല്ലാതായതോടെ സഞ്ജുവിനെ നിലനിർത്തുകയോ അതല്ലെങ്കിൽ റിലീസ് ചെയ്ത് ലേലത്തിൽ വിടുകയോ ചെയ്യുക എന്നതാണ് രാജസ്ഥാന് മുന്നിലുള്ള വഴി. സഞ്ജു ലേലത്തിന് വന്നാൽ റെക്കോർഡ് തുക നൽകി സ്വന്തമാക്കാൻ ടീമുകൾ രംഗത്തെത്തും. ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാകും സഞ്ജുവിനായി മുന്നിട്ടിറങ്ങുന്ന പ്രധാന ടീം. അശ്വിനെ റിലീസ് ചെയ്യുന്നതോടെ ചെന്നൈയുടെ പേഴ്സിൽ 9.75 കോടി രൂപ അധികമായി ഉണ്ടാകും. ദീപക് ഹൂഡ, വിജയ് ശങ്കർ, രാഹുൽ ത്രിപാഠി, സാം കറൻ, ഡെവോൺ കോൺവേ തുടങ്ങിയ താരങ്ങളെയും ചെന്നൈ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. MS ധോണിക്ക് പകരക്കാരനായ ഒരു വിക്കറ്റ് കീപ്പറെ തേടുന്ന ചെന്നൈക്ക് സഞ്ജുവിനെ ലഭിക്കുന്നത് വലിയ മുതൽക്കൂട്ടാകും. അടുത്ത സീസണിൽ പുതിയ നായകനെ തേടുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിൽ കണ്ണുവച്ചിട്ടുണ്ട്. സഞ്ജുവിനായി കൊൽക്കത്ത വാശിയോടെ ലേലത്തിൽ രംഗത്ത് വരുമെന്നാണ് സൂചന. 23.75 കോടിക്ക് സ്വന്തമാക്കിയ വെങ്കടേഷ് അയ്യരെ റിലീസ് ചെയ്താൽ സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ള പണം കൊൽക്കത്തയ്ക്ക് കണ്ടെത്താനാകും. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ നയിച്ചതും അജിങ്ക്യ രഹാനെയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.